تقوم الساعة حتى يكثر فيكم المال ويفيض حتى يهم الرب المال من يقبل صدقته وحتى يعرضه فيقول الذي يعرضه عليه لا أرب لي. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. നിങ്ങൾക്ക് സമ്പത്ത് പെരുകി കവിഞ്ഞൊഴുകിയിട്ടല്ലാതെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹ്. അത്രത്തോളം സമ്പത്ത് നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ വരും. നിങ്ങൾക്ക് സമ്പത്ത് ഇങ്ങനെ ഉണ്ടായിട്ട് അതിങ്ങനെ പെരുകി കവിഞ്ഞു ഒഴുകിയിട്ടല്ലാതെ അന്ത്യനാള് സംഭവിക്കുകയില്ല എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. സമ്പത്തുള്ളതായ ആളുകളെ ആരാണ് എന്റെ സക്കാത്ത് സ്വീകരിക്കുക എന്നിങ്ങനെ പറഞ്ഞു നടക്കുന്നതായ ഒരു കാലഘട്ടം വരാനുണ്ട്. ആരാണ് എന്റെ സമ്പത്ത് സ്വീകരിക്കുക, ആരാണ് എന്റെ സക്കാത്ത് സ്വീകരിക്കുക എന്ന് ആ മുതലിന്റെ ഉടമ ഇങ്ങനെ ആശങ്കപ്പെടുന്നതായ സമ്പത്തുള്ളതായ ആള് അദ്ദേഹം സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുമ്പോ ആരെങ്കിലും ഇതൊന്ന് സ്വീകരിക്കുമോ, എന്റെ സക്കാത്ത് ആരെങ്കിലും സ്വീകരിക്കുമോ എന്നിങ്ങനെ പറഞ്ഞ് ആശങ്കപ്പെടുന്നതായ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. അങ്ങനത്തേതായ ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് എത്താനുണ്ട്. ആ സക്കാത്ത് നൽകാൻ വേണ്ടി ഒരാളെ കാണുമ്പോ, അങ്ങനെ ഒരാളെ കാണുമ്പോ ആ ആള് പറയും, അത്രേ എന്റെ സക്കാത്ത് ഒന്ന് സ്വീകരിക്കണേ എന്ന് പറയുമ്പോ ആ കാണപ്പെട്ടതായ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നതായ ആള് പറയുന്നത്രേ, ലാ അറബലി, എനിക്കതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരാള് ആവശ്യമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം സമ്പത്ത് എല്ലാരെ കൈകളിലും സമ്പത്ത് അങ്ങനെ പെരുകി അതിങ്ങനെ കവിഞ്ഞു ഒഴുകുന്നതായ ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വരാനുണ്ട്. അത് ഖിയാമത്ത് നാള് അടുക്കുന്നതായ സമയത്ത് അങ്ങനത്തേതായ ഒരു കാലത്തിലേക്കൊക്കെ നിങ്ങൾ എത്തും എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.